അക്കരെ പച്ച എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ നിൽക്കുന്നിടമൊക്കെ മോശമാണെന്നും ദൂരെ എവിടെയോ ആണ് പച്ചപ്പുള്ളത് എന്നുമുള്ള മനുഷ്യൻ്റെ ഒരു ചിന്താഗതിയും ഒരു കാഴ്ചപ്പാടുമുണ്ട്. എൻ്റെ കച്ചവടം വളരെ നഷ്ടത്തിലും പ്രതിസന്ധിയിലുമാണ്. മറ്റുള്ളവരുടെ കച്ചവടമൊക്കെ വളരെ ഉഷാറായി നടക്കുന്നു. എൻ്റെ വ്യവസായ സംരംഭങ്ങൾ അത് വളരെ നഷ്ടത്തിലാണ്, മറ്റുള്ളവരുടെയൊക്കെ വളരെ നന്നായി നടക്കുന്നു. എൻ്റെ മക്കൾ ശരിയല്ല, മറ്റുള്ളവരുടെ മക്കളൊക്കെ വളരെ ഉഷാറാണ്. എൻ്റെ ഭാര്യ ശരിയല്ല, മറ്റുള്ളവരുടെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നതും പരിചരിക്കുന്നതും എത്ര മനോഹരമായിട്ടാണ്. എൻ്റെ ഭർത്താവ് ശരിയല്ല, മറ്റുള്ള സ്ത്രീകളുടെ ഭർത്താക്കന്മാർ കുടുംബത്തിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ പഠിക്കുന്ന സ്ഥാപനം ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് വേറെ സ്ഥാപനമാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ നിൽക്കുന്നിടം എന്തോ ഒരു മോശമാണ് എന്നും ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് അപ്പുറമാണ് എന്ന് മനുഷ്യൻ കരുതുകയും ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് മാറാനുള്ള ഒരു ചുവടുവെപ്പ്, ആ ഒരു ശ്രമം അവൻ നടത്തുകയും ചെയ്യും. ഒരു ബിസിനസ് ചെയ്യുന്ന ആൾ ആ ബിസിനസ്സിൽ ഉറച്ചു നിന്ന് അതിൽ മെച്ചമുണ്ടാക്കുന്നതിന് പകരം പരിസരങ്ങളിലേക്ക് നോക്കുകയും മറ്റ് ബിസിനസ്സുകൾ സംരംഭങ്ങളിലേക്ക് നോക്കുകയും ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് അതാണ് എന്ന ഒരു ചിന്താഗതിയിലേക്ക് എത്തുകയും ഇതൊഴിവാക്കി അതിലേക്ക് അവൻ പോവുകയും ചെയ്യും. അവസാനം അതും ഇതുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മനുഷ്യൻ എപ്പോഴും അങ്ങനായിരിക്കും. ലൗകാനലി ഇബ്നി ആദം വാദിയൻ മിൻ ദഹബിൻ, സ്വർണത്തിൻ്റെ ഒരു താഴ്വാരം തന്നെ ഒരു മനുഷ്യനുണ്ടെങ്കിലും അവൻ അതിൽ സംതൃപ്തനാകുന്നില്ല. എനിക്ക് 2 കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പുറത്ത് 2 ആളുകളുണ്ടല്ലോ, എന്നാൽ അതുപോലെ എനിക്ക് 2 കിട്ടിയില്ലല്ലോ. അങ്ങനെ 2 കിട്ടിയാലോ, അപ്പോഴും അവൻ അവസാനിക്കുന്നില്ല. അവൻ മൂന്നാമതിനെ കുറിച്ചുള്ള ചിന്തയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുന്നതിന് പകരം അതിനപ്പുറത്താണ് സന്തോഷവും സംതൃപ്തിയും ഉള്ളത്, എൻ്റെ കൈവശമുള്ളതിലല്ല അതിനപ്പുറത്തുള്ളതിലാണ് അതുള്ളത് എന്ന ഒരു നിഗമനത്തിലേക്ക്, തീരുമാനത്തിലേക്ക് മനുഷ്യനെത്തുകയും അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവന് ഇതും അതും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകും. നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ നിലകൊള്ളുന്ന ഭാഗത്ത് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിൽ നിന്ന് നന്മ കണ്ടെത്തുകയും ആ നന്മയെ ആസ്വദിക്കുവാനും അതിൽ നിന്ന് സംതൃപ്തി അനുഭവിക്കുവാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിലാണ് മനുഷ്യൻ്റെ ശാശ്വതമായ സംതൃപ്തിയും സമാധാനവും ഉണ്ടാവുക. പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.